ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹിന്ദി സ്റ്റഡി സെഷനാണ്. ഇന്ന് നമ്മൾ ഹിന്ദിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹിന്ദി കുറച്ച് ടഫായിട്ടുള്ളവർക്കൊക്കെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കൂടി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6:46 ആയത്. അപ്പോൾ നമ്മൾ ബുക്സൊക്കെ എടുത്തിട്ട് വന്ന് ടേബിളിൽ സെറ്റായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലേഖ പോലത്തെ ചാപ്റ്ററാണ്. അതായത് നമുക്കൊരു ലേഖനം ഇല്ലെങ്കിൽ ഒരു ടിപ്പണി അങ്ങനത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ എനിക്കറിയാത്തൊരു ചാപ്റ്ററാണ്. സോ ഞാൻ ഹിന്ദി പഠിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഞാൻ ഒന്ന് റഫായിട്ട് വായിച്ചു നോക്കി. സംഭവം എന്താണെന്ന് തിരിയാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് റഫായിട്ട് വായിച്ചു നോക്കി. പിന്നെ ഞാൻ ഒന്നുകൂടി ഇരുത്തി വായിച്ചു. അപ്പം മീനിങ്സ് അടക്കം മനസ്സിലാക്കിയിട്ടാണ് വായിച്ചത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പോയിൻറ്റ്സ് മാത്രം ഒന്ന് ഹൈലൈറ്ററോ ഇല്ലെങ്കിൽ പെൻസിലോ യൂസ് ചെയ്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് വേഗം അത് ആ ഒരു ക്യാച്ചി ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഒന്ന് നോക്കിയാൽ മതിയാവും എക്സാമിൻ്റെ തലേന്ന്. അതിനുശേഷം പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് തന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര ടഫാണെങ്കിൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാം. ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു എത്രത്തോളം നിങ്ങൾ വായിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ ലാംഗ്വേജ് സബ്ജക്റ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ എത്രത്തോളം വായിക്കുന്നോ അത് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ നോട്ട്സ് കുറച്ച് നേരം റെഫർ ചെയ്തു. ഇതിപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, കുറച്ച് കാര്യങ്ങൾ എനിക്ക് തലയിലുണ്ടാവും. അപ്പോൾ ഇതൊന്നുകൂടി നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് അത് ഓർമ്മയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ടെക്സ്റ്റ് പരമാവധി വായിച്ച് നോക്കുക. നോട്ടും അതുപോലെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് കുറച്ച് കുഴപ്പമില്ലാണ്ട് ഇൻസീവായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മാർക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് വീഡിയോ വേണ്ടതെന്നുള്ള കമൻറ്റ് ചെയ്യുക.